Hello my beauties, Nikki's Tips and Talks in the പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ പറഞ്ഞുതരാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് മുടി വളരാനായിട്ട് ബ്ലാക്ക് സീഡ് ഓയിൽ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ ബ്ലാക്ക് സീഡ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ബ്ലാക്ക് സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത ജീരകം അല്ലെങ്കിൽ കരിഞ്ജീരകത്തിനെയാണ് ബ്ലാക്ക് സീഡ് ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് സീഡ് ഓയിൽ മിക്ക ആയുർവേദിക് മെഡിക്കൽ ഷോപ്പിലും അതുപോലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അധികം റേറ്റ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ബ്ലാക്ക് സീഡ് ഓയിൽ. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ ബ്ലാക്ക് സീഡ് ഓയിൽ ഉണ്ടാക്കിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി, താരൻ ഉണ്ടെങ്കിൽ അതും മാറ്റി മുടി നന്നായിട്ട് തഴച്ച് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് സീഡ് ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കഷണ്ടിയിലും മുടി വളരുന്നതാണ് പറയപ്പെടുന്നത്. അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ഈ കരിഞ്ജീരകം. കരിഞ്ജീരകത്തിൻ്റെ ഒക്കെ ഓയിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നല്ലത് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കി പ്യുവറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓയിലുണ്ട്, ഒരു DIY ഓയിലുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യം തൊട്ട് എന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാൻ പറ്റുമായിരിക്കും എൻ്റെ DIY ഓയിലിനെ പറ്റിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഓയിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളിപ്പോൾ കാച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ഓയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഇതുണ്ടാക്കിയിട്ട് മിക്സ് ചെയ്താൽ മതി, നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബ്ലാക്ക് സീഡ് ഓയിൽ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ വീഡിയോയിലേക്കൊക്കെ പോണേക്കാൾ മുമ്പ് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ എന്നെയും എൻ്റെ ചാനലും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കരിഞ്ജീരക എണ്ണ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഫസ്റ്റ് ആൻഡ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 10 ടേബിൾ സ്പൂണാണ്. കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ എണ്ണ ഉണ്ടാക്കിയിട്ട് തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മുടീനെ നല്ല ബലമുള്ളതാക്കും. നമ്മളുടെ തലയിൽ താരനുണ്ടെങ്കിൽ മാറും. ഹെയർ ഫോളിക്കിൾസിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് മുടി നന്നായിട്ട് തഴച്ച് വളരാൻ ഹെൽപ്പ് ചെയ്യും. എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹെയർ ഓയിൽ എടുത്ത് നോക്കിയാൽ നമുക്കതിൽ കരിഞ്ജീരകം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 10 ടേബിൾ സ്പൂണോളം കരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഇനി എത്രത്തോളാണോ കരിഞ്ജീരകം എടുത്തത് അതേ അളവിൽ തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഉലുവയാണ്. ഉലുവ 10 ടേബിൾ സ്പൂണോളം എടുക്കാം. ഉലുവയുടെ കാര്യം പിന്നെ പറയേണ്ട, എല്ലാവർക്കും അറിയാം മുടിക്ക് എത്രത്തോളം നല്ലതാണെന്ന്. മുടി വളരാനും അതുപോലെ ഹെയർ ഫോളിക്കിൾസിനൊക്കെ നല്ല നറിഷ് ചെയ്യാനും ഒക്കെ ഉലുവ നല്ലതാണ്. നമ്മൾ ഉലുവ കൊണ്ട് ഹെയർ മാസ്ക് ഒക്കെ ഉണ്ടാക്കി യൂസ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ 200 ml ആണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ഇതേപോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിലാണ്. ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുക്കണം, കാരണം നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് ഡബിൾ ബോയിലർ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സൂര്യപ്രകാശത്തിൽ ഈ എണ്ണ വെക്കുന്നുണ്ട് ഒന്ന് പ്രോസസ്സ് ആവാൻ വേണ്ടിയിട്ട്. 2-3 ദിവസം നമുക്കിത് സൂര്യപ്രകാശത്തിൽ വെക്കണം. അപ്പോഴൊക്കെ ഗ്ലാസ് ബോട്ടിലാണ് നല്ലത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ കരിഞ്ജീരകവും ഉലുവയും കൂടി നല്ല പോലെ ഒന്ന് ഫൈനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിനകത്ത് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. എത്രത്തോളം ഫൈൻ പൗഡർ ആക്കാൻ പറ്റുമോ അത്രയും ഫൈൻ പൗഡർ ആക്കുക. അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഈ പൊടിച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് ആ ഗ്ലാസ് ജാറിലേക്ക് ഒന്ന് മാറ്റിയതിന് ശേഷം ഇനി നമ്മളുടെ വെളിച്ചെണ്ണ ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു ചെറിയ പാത്രത്തിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഗ്ലാസ് ബോട്ടിലില്ലേ, നമ്മളുടെ ഈ ഓയിൽ എടുത്തിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽ അതിലേക്ക് ഇറക്കി വെക്കുക. കുറച്ച് നേരമല്ല, ആ വെള്ളം ചൂടാറുന്ന വരെ നമ്മൾ ആ ഗ്ലാസ് ബോട്ടിൽ അതിൽ തന്നെ ഇങ്ങനെ വെക്കണം. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ നമ്മളുടെ എണ്ണ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി നല്ലപോലെ ചൂടായതിന് ശേഷം ആ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ സത്തുക്കളും ആ ഓയിലിലേക്ക് ഇറങ്ങും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉലുവയും കരിഞ്ജീരകവും എണ്ണ ചൂടാക്കിയിട്ട് അതിൽ കാച്ചി വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ സാധാരണ കാച്ചെണ്ണ ഉണ്ടാക്കാറില്ല, കാരണം നമ്മൾ കാച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് അത് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ മുടി വളരുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ കൊഴിയാണ് ഉണ്ടാവുക. അതാണ് കറക്റ്റായിട്ട് കാച്ചെണ്ണ ഉണ്ടാക്കുന്ന രീതിയിൽ വലിയ ധാരണ ഇല്ലാത്തവർ അങ്ങനെ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഈ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ആകുമ്പോൾ അങ്ങനത്തെ ഒരു ടെൻഷനില്ല, നമുക്ക് പേടിക്കാനൊന്നുമില്ല.
പിന്നെ നമ്മൾ ഭയങ്കര ശ്രദ്ധയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാച്ചെണ്ണ ആകുമ്പോൾ നമ്മൾ ആ എണ്ണയുടെ ചൂടും അതുപോലെ ഈ ഇൻഗ്രീഡിയൻസ് ആ എണ്ണയിൽ കിടന്നാൽ മൊരിയുന്നതിൻ്റെ ആ പാകമൊക്കെ കറക്റ്റായിട്ട് എടുക്കണം, ഇല്ലെങ്കിൽ മുടി കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തു. ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ എണ്ണ അപ്ലൈ ചെയ്യാനായിട്ട് തലയിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള പാകമായിട്ടില്ല. നമ്മൾ ഒരാഴ്ചയെങ്കിലും ഇത് നല്ല വെയിലത്ത് ഫുൾ ഡേ വെക്കണം. ഒരാഴ്ച വെക്കാൻ പറ്റിയില്ലെങ്കിൽ കുറഞ്ഞത് 3 ദിവസമെങ്കിലും വെക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നമ്മളുടെ എണ്ണയുടെ കളറ് ശരിക്കും നല്ല ബ്ലാക്ക് കളറായിട്ട് വരും. കളറ് മാറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എണ്ണ റെഡി ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരാഴ്ച വെച്ചതിന് ശേഷമുള്ളത് കാണിച്ചു തരാം. കണ്ടില്ലേ, എണ്ണ നല്ല ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ചേർത്തിട്ടുള്ള ഉലുവയും കരിഞ്ജീരകമൊക്കെ താഴെ ഇങ്ങനെ അടിഞ്ഞ് വന്ന് കിടക്കുന്നത് കാണാം. അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ, നിങ്ങളത് അരിച്ച് മാറ്റാനൊന്നും നിൽക്കണ്ട. നിങ്ങൾ എണ്ണ ഉപയോഗിച്ച് കഴിയാറാവുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് അരിച്ച് മാറ്റിയിട്ട് ബാക്കി വന്ന എണ്ണ ഉപയോഗിക്കാം. ഇനി ഞാനെങ്ങനെയാണ് ഈ എണ്ണ യൂസ് ചെയ്യുന്നത് പറഞ്ഞുതരാം. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു DIY ഓയിലുണ്ട്. അപ്പോൾ അതെടുക്കും. അത് എത്രത്തോളമാണോ എടുക്കുന്നത് അതേ അളവിൽ തന്നെ ഈ കരിഞ്ജീരകത്തിൻ്റെ എണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സ്റ്റീൽ ബൗളിൽ രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ചിട്ട് ജസ്റ്റ് ഈ എണ്ണയൊന്ന് ചൂടാക്കും. ചൂടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ചെറിയ ചൂടോട് കൂടി തലയിൽ അപ്ലൈ ചെയ്യാനാണ് ഇഷ്ടം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് വളരുമെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ചെറിയ ചൂടോട് കൂടി തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടും, ഹെയർ ഫോളിക്കിൾസിനൊക്കെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. അതുമാത്രമല്ല നമുക്ക് നല്ല ഉറക്കം കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കും, അതിന് ശേഷം ആണ് അപ്ലൈ ചെയ്യാറ്. നമ്മളുടെ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു കോട്ടൺ ബോൾ വെച്ചിട്ടാണ് കേട്ടോ ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ കോട്ടൺ ബോൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ വിരലിൻ്റെ അറ്റം വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ചെറിയൊരു ചൂടോട് കൂടി തന്നെ അപ്ലൈ ചെയ്യാം. അപ്പം നമ്മളുടെ മുടി ഇങ്ങനെ വകച്ചിലെടുത്തതിന് ശേഷം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. തലയോട്ടിയുടെ എല്ലാ ഭാഗത്തും നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ മുടി ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യാം. ഈ ചെറിയ ചൂടോട് കൂടി തന്നെ അപ്ലൈ ചെയ്യാൻ പറയുന്നത്, നമ്മളങ്ങനെ തലയോട്ടിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലപോലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടും, മുടിയൊക്കെ വളരാനായിട്ട് നല്ലതാണ്. നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു മസാജ് നമ്മളുടെ തലയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിലും നന്നായിട്ട് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി വിരലിൻ്റെ അറ്റം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. സർക്കുലാർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഒരേപോലെ മസാജ് ചെയ്യാം കേട്ടോ. തലയിൽ എങ്ങനെ ശരിയായ രീതിയിൽ എണ്ണ ഇടണം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. നന്നായിട്ട് മസാജ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ മുടിയൊന്ന് കെട്ടി വയ്ക്കാം. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മളുടെ തലയിൽ ഈ എണ്ണ ഇങ്ങനെ വെക്കണം. തിരക്കൊക്കെ ഉള്ളവരാണെങ്കിൽ 15 മിനിറ്റെങ്കിലും വെക്കാൻ നോക്കാം. ഓക്കെ, നന്നായിട്ട് കെട്ടി വെക്കുക. ഞാൻ സാധാരണ ഇത് രാത്രി ഫുള്ള് വെക്കാറാണ് പതിവ്. രാത്രി ഫുള്ള് നമ്മളിതിങ്ങനെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മാറ്റം കാണാനായിട്ട് പറ്റും. നന്നായിട്ട് മുടി വളരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ലൈക്ക് തരാം. മറ്റൊരു വീഡിയോയിൽ വേറൊരു ടിപ്പായിട്ട് കാണാം. അതുവരെ
ബൈ.